കെ ബാബുവിന്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡ് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ചർച്ച ചെയ്യാൻ UDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അതേസമയം ഇക്കാര്യത്തിൽ UDFൽ അഭിപ്രായ ഐക്യമില്ല. കേരള കോൺഗ്രസ് അന്വേഷണ റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചാ വിഷയമാണ്. സജേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സജേഷ്, ചർച്ച ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അഞ്ജു, UDF യോഗം ഏതാണ്ട് അവസാനിക്കാറായി. PP തങ്കച്ചൻ അല്പസമയത്തിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. UDF യോഗത്തിനകത്ത് കെ ബാബുവിന്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. ഇക്കാര്യത്തിൽ UDFൽ അഭിപ്രായ ഐക്യമില്ല. രാഷ്ട്രീയമായ സംരക്ഷണം ബാബുവിന് നൽകണം. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിലാണ് വിജിലൻസിന്റെ റെയ്ഡ് എന്ന നിലപാടിലേക്ക് എത്താനാണ് UDFലെ ഒരു ധാരണ ഉണ്ടായിട്ടുള്ളതെന്ന സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ VM സുധീറിന് വ്യത്യസ്ത നിലപാടുകളുണ്ട്. എന്നാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം UDF യോഗത്തിനകത്ത് പറഞ്ഞു എന്നത് ഇപ്പോൾ വ്യക്തമല്ല. സുധീറിന്റെ നിലപാടാണ് നിർണായകവും. കെ മാണിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും ഈ യോഗത്തിനകത്ത് ചർച്ചയായിട്ടുണ്ട്. മാണി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും UDF എടുക്കുക എന്നതും നിർണായകമാണ്. ഇന്നലെ വരെ ഔദ്യോഗികമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലല്ലോ എന്നതായിരുന്നു UDF നേതാക്കളുടെ വിശദീകരണം. എന്നാൽ ഇന്ന് കെ മാണി തന്നെ മാധ്യമങ്ങളോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ കൊണ്ട് തയ്യാറാക്കിച്ച റിപ്പോർട്ടാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു നിലപാട് UDFന് പറയേണ്ടി വരും. അല്പസമയത്തിനുള്ളിൽ തന്നെ UDF യോഗം അവസാനിക്കും. PP തങ്കച്ചൻ വാർത്താ സമ്മേളനം നടത്തും. അഞ്ജു, MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്.